എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു വലിയ കഥയുടെ അവസാന ഭാഗമാണ്. ജിം കോർബറ്റിൻ്റെ ഒബിനിമസ് എന്ന പുസ്തകത്തിലെ തലദേശ് എന്ന മാനീറ്റീസിൻ്റെ കഥയാണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജിം കോർബറ്റിൻ്റെയും കെന്നത്ത് ആൻഡേഴ്സൻ്റെയും കഥകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതിലെ കോർബറ്റിൻ്റെ കഥയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ കഥയ്ക്ക് മുന്നിലായി 2 പാർട്ടുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ 2 പാർട്ടിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ മുകളിൽ ഐക്കണിലും കൊടുത്തേക്കാം. അത് കണ്ടതിന് ശേഷം മാത്രം ഇത് കാണുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് കഥ മനസ്സിലാക്കുകയില്ല. 8 വർഷം കൊണ്ട് ഈ നരഭോജിയായ കടുവ കൊന്നു തള്ളിയത് 150 പേരെയാണ്. ഇന്ന് ഈ കഥയിലൂടെ അതിന് അന്ത്യം കുറിക്കുകയാണ്. നമുക്കിനിയും നേരെ കഥയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു സ്നൈപ്പർ സ്കൂൾ കഥകളിലൂടെ. പതുക്കെ ഞാനിരുന്ന മരത്തിൽ നിന്നും താഴെ ഇറങ്ങി. എൻ്റെ തോക്ക് ഞാൻ കയ്യിലെടുത്തു. അക്കരെ ആ നദിയിൽ പോയി എൻ്റെ മുഖവും വസ്ത്രങ്ങളും ഞാനൊന്ന് കഴുകി വൃത്തിയാക്കി. അവിടുത്തെ തണുത്ത വെള്ളം എനിക്ക് പുതിയൊരു ഊർജ്ജമാണ് നൽകിയത്. പിന്നെ ഞാൻ അവിടെ നിന്നും പതുക്കെ എൻ്റെ ക്യാമ്പ് ലക്ഷ്യമാക്കി നടന്നു. ക്യാമ്പ് അടുക്കാറായപ്പോഴേക്കും ക്യാമ്പിൽ നിന്നും പുകയുയരുന്നത് ഞാൻ കണ്ടു. എൻ്റെ വിശ്വസ്തരായ ആളുകൾ രാത്രി മുഴുവൻ ഉറങ്ങാതെ എനിക്ക് വേണ്ടി അവിടെ കാത്തിരിക്കുകയായിരുന്നു. ഞാൻ ക്യാമ്പിൻ്റെ അടുത്തേക്ക് നടന്നു വരുന്നത് കണ്ടപ്പോൾ തന്നെ എൻ്റെ ആളുകൾ ഉച്ചത്തിൽ അലറാനും സന്തോഷം പ്രകടിപ്പിക്കുവാനും മറന്നില്ല. അവരെൻ്റെ അരികിലേക്ക് ഓടി വന്നു. അവർക്ക് ഞാൻ ജീവനോടെ തിരികെ വന്നത് ഒരു അത്ഭുതമായി തന്നെ തോന്നി. സാഹിബ്, നിങ്ങൾ തിരിച്ചു വന്നോ? ഗംഗാറാം ഓടി വന്ന് എൻ്റെ കൈകളിൽ പിടിച്ച് എന്നോട് ആദ്യം ചോദിച്ചത് ഇതായിരുന്നു. അങ്ങനെ അവിടെ നിന്നും അവരെന്നെ ക്യാമ്പിലേക്ക് കൊണ്ടുപോയി. എൻ്റെ കാലിൽ കടന്ന ഷൂസ് അയക്കുമ്പോഴും എനിക്ക് ചായ ഉണ്ടാക്കി തരുമ്പോഴും അവരുടെ കണ്ണുകളിലെ ആ തിളക്കം ഞാൻ കണ്ടിരുന്നു. അത് വെറുമൊരു സ്നേഹത്തിൻ്റെ മാത്രം തിളക്കമായിരുന്നില്ല, അത് വിശ്വസ്തതയുടെയും ആത്മാർത്ഥതയുടെയും കൂടി തിളക്കമായിരുന്നു. അങ്ങനെ അവരെല്ലാവരും എന്നോട് പറഞ്ഞു, ക്യാമ്പിലേക്ക് കയറി സാഹിബ് ഒന്ന് വിശ്രമിക്കുമെന്ന്. അവർ പറഞ്ഞത് പ്രകാരം ഞാൻ ക്യാമ്പിലേക്ക് കയറുകയും എൻ്റെ കട്ടിലിന്മേൽ ഞാൻ നിവർന്ന് ഒന്ന് കിടക്കുകയും ചെയ്തു. അങ്ങനെ മാസങ്ങൾക്ക് ശേഷം ഞാൻ അഗാധ നിദ്രയിലേക്ക് വീണു. സത്യം പറഞ്ഞാൽ മാസങ്ങളായി ഞാൻ സമാധാനത്തോടെ ഒന്നുറങ്ങിയിട്ട്. എന്നാൽ എൻ്റെ ആ ഉറക്കം അധിക നേരം നീണ്ടു നിന്നില്ല. സ്വപ്നത്തിലെന്ന പോലെ ആരോ എന്നെ വിളിക്കുന്നത് ഞാൻ കേട്ടു. സാഹിബിനെ പെട്ടെന്ന് വിളിക്കൂ, അദ്ദേഹത്തെ ഒന്ന് വിളിച്ചുണർത്തൂ എന്നുള്ള നിലവിളികൾ കേട്ടാണ് ഞാൻ കണ്ണു തുറക്കുന്നത്. കണ്ണു തുറന്നപ്പോൾ ഞാൻ കണ്ടത് സ്വപ്നമല്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. പതിയെ ഞാൻ ക്യാമ്പിൻ്റെ മുന്നിലേക്ക് നടന്നു ചെന്നപ്പോൾ ഞാൻ കണ്ടത് എൻ്റെ ക്യാമ്പിന് മുന്നിൽ തടിച്ചുകൂടി നിൽക്കുന്ന അവിടുത്തെ ഗ്രാമീണരെ ആയിരുന്നു. ഞാൻ വന്നത് കണ്ടപ്പോൾ അവരെല്ലാവരും എൻ്റെ അരികിലേക്ക് വന്നു. അവൾ വീണ്ടും വന്നിരിക്കുന്നു സാഹിബ്. ഒറ്റയടിക്ക് അവൾ 6 ആടുകളെയാണ് കൊന്നു കളഞ്ഞിരിക്കുന്നത്. അത് കേട്ടതും എൻ്റെ ഉള്ള് ഒന്ന് പിടഞ്ഞു. അത് കേട്ട് നിന്നപ്പോൾ തന്നെയാണ് ഡിങ്കർ സിംഗും എൻ്റെ അരികിലേക്ക് ഓടി വന്നത്. അവൻ്റെ കണ്ണുകളിൽ ഞാൻ അപ്പോൾ കണ്ടത് അവളോടുള്ള പക പടരുന്നതാണ്. വേഗം ബൂട്ടും വലിച്ചു കെട്ടി എൻ്റെ റൈഫിലും എടുത്തുകൊണ്ട് തലാദേശിലെ നരഭോജിയായ അവളുടെ കണക്കുകൾ തീർക്കാൻ ഞാൻ പുറപ്പെട്ടു. അങ്ങനെ ഡിങ്കർ സിംഗും ഞാനും അവളിരിക്കുന്ന സ്ഥലം ലക്ഷ്യമാക്കി നടന്നു. കുറച്ചു ദൂരം ചെന്ന് കഴിഞ്ഞപ്പോൾ ഡിങ്കർ സിംഗ് ആ കുന്നുകളിലേക്ക് വിരൽ ചൂണ്ടി. അവിടെയാണ് സാഹിബ് അവളെ കണ്ടതെന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ അവനോട് പറഞ്ഞു, ഇനിയും നീ എൻ്റെ കൂടെ വരണ്ട, നീ ഇവിടെ തന്നെ നിന്നോളൂ എന്ന്. അങ്ങനെ ഞാൻ വീണ്ടും തനിച്ച് ആ മരണത്തിൻ്റെ നീളിലേക്ക് നടന്നു. എൻ്റെ കൈവശമുണ്ടായിരുന്നത് എൻ്റെ റൈഫിൾ മാത്രമാണ്. ആ തണുത്ത ലോഹത്തിൽ ഞാൻ മുറുക്ക പിടിച്ചു. എൻ്റെ വിരലുകൾ ആ കാഞ്ചീമിൽ തന്നെ ഉണ്ടായിരുന്നു. ചുറ്റുമുള്ള പൈൻ മരങ്ങൾ 40 അടി ഉയരം വരെ കൊമ്പുകളില്ലാതെ വളർന്നു നിന്നിരുന്നു. അപ്പോൾ എനിക്ക് തൂണുകൾ പോലെയാണ് അവ തോന്നിയത്, ആകാശം മുട്ട ഉയർന്നു നിൽക്കുന്ന തൂണുകൾ പോലെ. അങ്ങനെ കുറച്ചു ദൂരം ആ പൈൻമരക്കാടുകൾക്കിടയിലൂടെ ഞാൻ നടന്നു. ഇപ്പോൾ ഡിങ്കർ സിംഗിനെ എനിക്ക് കാണാൻ കഴിയുന്നില്ല. അവൻ തിരികെ ഗ്രാമത്തിലേക്ക് പോയി കഴിഞ്ഞിരുന്നു. ഇപ്പോൾ ഞാൻ അവിടെയെല്ലാം അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് എനിക്ക് പതുങ്ങിയിരിക്കുവാൻ പറ്റിയ ഒരു സ്ഥലം തേടിയാണ്. ഈ പൈൻമരങ്ങളുടെ മരത്തിന് പുറകിൽ പതുങ്ങിയിരിക്കുക എന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെ ആ കാട്ടുപാതയിലൂടെ കുറച്ചു ദൂരം നടന്നു ചെന്നപ്പോൾ പാതയുടെ ഒരു വശത്ത് വലിയ പാറക്കെട്ടുകൾ ഞാൻ കണ്ടു. ഞാൻ വഴിയിൽ നിന്നും ആ പാറക്കെട്ടുകൾ ലക്ഷ്യമാക്കി നടന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ കല്ലിൻ്റെ പിന്നിൽ ഞാൻ ഒളിക്കുകയും ചെയ്തു. അതിൻ്റെ അരികിൽ തന്നെയാണ് ഡിങ്കർ സിംഗ് പറഞ്ഞ ആ കുഴിയുള്ളത്. അവിടെയാണ് 3 ആടുകളുടെ ജഡം കിടക്കുന്നത്. അതായത് കടുവ കൊന്നിട്ട 3 ആടുകളുടെ ജഡം. അവിടെ നിന്നും ഇപ്പോൾ നോക്കിയാൽ എനിക്ക് ആ കുഴി കാണുവാൻ സാധിക്കും. അവിടെ നിന്നും ഒരു ഗന്ധം വരുന്നുണ്ട്, രക്തത്തിൻ്റെ ഗന്ധം.
അങ്ങനെ എൻ്റെ ശരീരം മുഴുവൻ ആ കല്ലുകൾക്ക് പിന്നിൽ ഒളിപ്പിച്ച് വെച്ച് തല മാത്രം പുറത്തിട്ട് ആ കടുവയ്ക്ക് വേണ്ടി ഞാൻ കാത്തിരുന്നു. എൻ്റെ കണ്ണുകൾ ഇപ്പം ചുറ്റുപാടും നോക്കുകയാണ്. ഇപ്പോൾ എൻ്റെ കണ്ണുകൾ ചുറ്റുപാടും നിരീക്ഷിക്കുന്നത് ആ കടുവ അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്നാണ്. താഴത്തെ ആ കുഴിയിൽ ആടുകളുടെ മൃതദേഹത്തിൽ നിന്നും രക്തത്തിൻ്റെ മണം വായുവിൽ കനച്ചു നിന്നു. ആ മണം എന്നെ ഊർപ്പിച്ചത് കാടിപ്പോൾ മരണത്തിൻ്റെ രുചി ആഗ്രഹിക്കുന്നു എന്നാണ്. ഏകദേശം 3/4 മണിക്കൂറോളം ഞാൻ ആ കടുവയ്ക്ക് വേണ്ടി അവിടെ കാത്തു നിന്നു. എൻ്റെ കാത്തിരിപ്പിന് അവസാനം ഇട്ടുകൊണ്ട് അവിടേക്ക് പറന്നു വന്നത് ഹിമാലയൻ മാക്പൈ എന്ന പക്ഷിയായിരുന്നു. മണ്ണാത്തിപ്പുള്ള് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്, എനിക്ക് അറിയില്ല. അന്നറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അത് പറന്നു വന്നത് ആ കുഴിക്കരികിലേക്കാണ്. ആ കുഴിയിൽ കിടക്കുന്ന ആ 3 ആടുകളുടെ മൃതദേഹത്തിൻ്റെ അരികിലേക്കാണ് അത് പറന്നിറങ്ങിയത്. അതിടയ്ക്കിടയ്ക്ക് ശബ്ദമുണ്ടാക്കാറുണ്ടായിരുന്നു. അവയുടെ പരിക്കനായ ആ ശബ്ദം കാടിൻ്റെ തികഞ്ഞ നിശബ്ദതയ്ക്ക് ഭംഗം വരുത്തി. അവയുടെ ആ ശബ്ദം കൂടി അവിടെ മുഴങ്ങിയപ്പോൾ കാടിൻ്റെ അതിഭീകരത വല്ലാതെ വർദ്ധിച്ചു. അതുമാത്രമല്ല, അല്പസമയം കഴിഞ്ഞപ്പോഴേക്കും ആടിൻ്റെ മാംസത്തിൽ കൊത്തുന്ന ശബ്ദവും അവിടെ വല്ലാതെ മുഴങ്ങി. പിന്നീട് എൻ്റെ ശ്രദ്ധ വീണ്ടും ആ നീലാകാശത്തിലേക്ക് തന്നെയാണ് പോയത്. ഇപ്പോൾ എനിക്കവിടെ കാണാൻ കഴിയുന്നത് വട്ടമിട്ട് പറക്കുന്ന ഒരു കഴുകനെയാണ്. ചുവന്ന തലയും വെളുത്ത കഴുത്തും ആ നീലാകാശത്തിൽ ഒരു ചോരത്തുള്ളി പോലെ അങ്ങനെ വിറച്ചുകൊണ്ട് നിന്നു. അവൾ എന്തുകൊണ്ടാണ് താഴേക്ക് പറന്നിറങ്ങാത്തത്? അവൾ എന്തുകൊണ്ടാണ് ഇവിടെ ചത്തുകിടക്കുന്ന ആടുകളെ ഭക്ഷിക്കുവാൻ വേണ്ടി താഴേക്ക് പറന്നിറങ്ങാത്തത്? എൻ്റെ ഉള്ളിൽ അപായമണി മുഴങ്ങി. അതെ, ഞാൻ ഉദ്ദേശിക്കുന്ന ആ നരഭോജിയായ കടുവ അവൾ ഇവിടെ എവിടെയോ പതുങ്ങിയിരിക്കുകയാണ്. മുറിവേറ്റ കടുവയാണ്, ക്രുദ്ധയാണ്. എൻ്റെ വരവ് അവൾ ഇനിയും അറിഞ്ഞു കാണുമോ? അങ്ങനെ പല ചിന്തകളും എന്നെ വല്ലാതെ അലട്ടുന്നുണ്ട്. അങ്ങനെ അതെല്ലാം ചിന്തിച്ച് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ആകാശം കറുത്തിരണ്ടത്. സൂര്യനെ മേഘങ്ങൾ വിഴുങ്ങിയതോടെ കാട് ഒരു ശവപ്പറമ്പ് പോലെ നിശ്ചലമായി. ആ കുഴിയിലുണ്ടായിരുന്ന മാക്പൈ പക്ഷികൾ പെട്ടെന്ന് ചിറകടിച്ച് പറന്നാകാശത്തിലേക്ക് ഉയർന്നു പോയി. അവയുടെ ഭയചകിതമായ ശബ്ദം അവിടെ ആ താഴ്വരയിൽ ആവർത്തിച്ച് മുഴങ്ങിക്കൊണ്ടേയിരുന്നു. അതിനു പുറമേ തന്നെയാണ് എൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റിക്കൊണ്ട് അടുത്തുണ്ടായിരുന്ന കുറ്റിക്കാടുകളിൽ നിന്നും കുറച്ച് പക്ഷികൾ, അതായത് കുറച്ച് കാട്ടുപക്ഷികൾ, എനിക്കുള്ള അവസാനത്തെ മുന്നറിയിപ്പ് ശബ്ദവും പുറപ്പെടുവിച്ചത്. ഞാൻ ശ്രദ്ധയോടെ എൻ്റെ റൈഫിൾ കയ്യിലെടുത്തു. ഞാൻ ചുറ്റുപാടും നിരീക്ഷിച്ചു. ആ പാറകളുടെ വിടവിലൂടെ ഞാൻ ദൂരേക്ക് നോക്കി, അതായത് ആ പൈമരക്കാടുകൾക്ക് നടുവിലേക്ക്. അപ്പോഴാണ് ഞാൻ ആ കാഴ്ച വ്യക്തമായി തന്നെ കണ്ടത്. പൈമരക്കാടുകൾക്കിടയിലൂടെ ആ കറുത്ത രൂപം അതീവ ജാഗ്രതയോടെ മെല്ലെ മെല്ലെ നടന്നു വരുന്നത്. ആ കാഴ്ച കണ്ടതോടെ എൻ്റെ ഹൃദയമിടിപ്പിൻ്റെ വേഗത വല്ലാതെ ഉയർന്നു. ഞാൻ ഓരോ നിമിഷവും ശ്വാസമെടുക്കുമ്പോൾ ആ പാറക്കെട്ടിലെ പൊടി എൻ്റെ ശ്വാസകോശത്തിലേക്ക് വന്നു കയറുന്നത് ഞാൻ അറിഞ്ഞു. അങ്ങനെ ശ്രദ്ധയോടെ ഞാനതിനെ നിരീക്ഷിക്കുമ്പോൾ തന്നെയാണ് എന്നിൽ നിന്നും വെറും 6 ഗജം അകലെ അവൾ വന്ന് ഒരു പൈൻമരത്തിൻ്റെ മറവിലേക്ക് പതുങ്ങിയിരുന്നത്. അവളുടെ മുഖം ഇപ്പോൾ തിരിഞ്ഞു നിൽക്കുന്നത് എൻ്റെ നേരെയാണ്. ആ കത്തുന്ന കണ്ണുകളിലെ വന്യത ഇപ്പോൾ വളരെ വ്യക്തമായി തന്നെ എനിക്ക് കാണാനാകും. ആകാശം മേഘാവൃതമാണെങ്കിലും അതിൻ്റെ മങ്ങിയ വെളിച്ചത്തിൽ പോലും അതിൻ്റെ മുഖം മിന്നിത്തിളങ്ങുന്നുണ്ടായിരുന്നു. എൻ്റെ റൈഫിൾ ഇപ്പോൾ അവൾക്ക് നേരെയാണ് ചൂണ്ടിവെച്ചിരിക്കുന്നത്. വെടികൊണ്ട് മുറിവേറ്റ അവളുടെ ആ തോളിൽ ഈച്ചകൾ ആർത്തലച്ചു പറക്കുന്നുണ്ടായിരുന്നു. അവയെല്ലാം അവളുടെ ശരീരത്തിൽ നിന്നും ആട്ടിപ്പായിക്കുവാൻ വേണ്ടി തലയും ശരീരവും അവൾ കുടഞ്ഞു. ആ ഒരു സമയം കൊണ്ട് ഞാൻ പതുക്കെ അവൾക്ക് നേരെ എൻ്റെ തോക്ക് തിരിക്കുകയും ട്രിഗറിന്മേൽ വിരൽ വയ്ക്കുകയും ചെയ്തു. 8 വർഷങ്ങൾക്ക് മുന്നേ ഏതോ ഒരു മുള്ളൻ പന്നിയുടെ മുള്ളുകളേറ്റാണ് അവൾക്ക് സ്വതസിദ്ധമായ രീതിയിലുള്ള വേട്ടയാടൽ നിക്ഷിപ്തമായത്. അങ്ങനെയാണ് അവൾക്ക് സുലഭമായി കിട്ടുന്നതും അവൾക്ക് അധികം പ്രയാസമില്ലാതെ വേട്ടയാടി കൊല്ലാൻ കഴിയുന്നതുമായ മനുഷ്യരെ അവൾ കണ്ടെത്തുന്നത്. അങ്ങനെ അവളുടെ വിശപ്പിന് അങ്ങനെ അറുതി വന്നു. അന്നു തൊട്ടാണ് അവൾ മനുഷ്യരെ വേട്ടയാടുവാൻ തുടങ്ങിയത്. 8 വർഷങ്ങൾക്കിപ്പുറം ഏകദേശം 150 പേരുടെ ചോരയാണ് അവൾ കുടിച്ചത്. അങ്ങനെയുള്ള തലേദേശ് മാനീറ്ററാണ് എനിക്ക് മുന്നിൽ ഇപ്പോൾ എൻ്റെ കൈകളത്തിൽ നിൽക്കുന്നത്. ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഞാൻ കാത്തിരുന്നു. അവൾ പതിയെ ഒന്ന് എഴുന്നേറ്റു, അതായത് മരത്തിൻ്റെ മറവിൽ നിന്നും പുറത്തേക്ക് വന്നു. ഇപ്പോൾ ഒരു ഭൂപടം കണക്കെ അവളുടെ ശരീരം മുഴുവൻ എനിക്ക് വ്യക്തമായി കാണാൻ കഴിയും. എൻ്റെ കുഴലിപ്പോൾ ചൂണ്ടി നിൽക്കുന്നത് അവളുടെ ഹൃദയത്തിന് നേരെയാണ്. പിന്നെ ആ സമയത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു. കാട് തികഞ്ഞ നിശബ്ദതയിലേക്ക് മാറി. എൻ്റെ ഹൃദയമിടിപ്പും പോലും എൻ്റെ കാതുകളിൽ ഇപ്പോൾ വ്യക്തമായി കേൾക്കാം. ആ ഒരു നിമിഷം ഞാൻ എൻ്റെ ട്രിഗറിന്മേൽ വിരലമർത്തി. ഉഗ്രമായ സ്ഫോടനത്തോടെ ഗർജിക്കുന്ന ശബ്ദത്തോടെ എൻ്റെ റൈഫിൽ ശബ്ദിച്ചു. റൈഫിലിൻ്റെ അറ്റത്തു നിന്നും തീയും പുകയും പടർന്നു. അതിൽ നിന്നും വനത്തിൻ്റെ സമസ്ത നിശബ്ദതയും ഭേദിച്ചുകൊണ്ട് ഉഗ്രമായ സ്ഫോടന ശബ്ദത്തോടെ ആ തിര ആ കടുവയുടെ
ശരീരം തുളച്ചുകൊണ്ട് പുറത്തേക്ക് പാഞ്ഞു. അവിടെ പിന്നെ ഉതിർന്നത് പൊടിയും പടലങ്ങളുമായിരുന്നു. അവളൊന്ന് ഗർജിച്ചുകൊണ്ട് അടുത്തുണ്ടായിരുന്ന 40 അടി താഴ്ചയുള്ള കുഴിയിലേക്ക് എടുത്ത് ചാടി. ഞാൻ എൻ്റെ റൈഫിൾ ചൂണ്ടിയത് അവളുടെ ഹൃദയത്തിന് നേരെയാണ്. വെടിയുണ്ട ഉതിർത്തതും അവളുടെ ഹൃദയത്തിലേക്കാണ്. എന്നാൽ അത് വെറുമൊരു മുറിവായി മാത്രം മാറിയോ എന്നൊരു ഭയം എൻ്റെ ഉള്ളിൽ ഒരു കനൽ പോലെ ഇരിഞ്ഞു. അവൾ ആ 40 അടി താഴ്ചയുള്ള കുഴിയിലേക്ക് ചാടി മറിഞ്ഞപ്പോൾ ഉണ്ടായ ആ മണ്ണിടിച്ചിലിൻ്റെ ശബ്ദം എൻ്റെ കാതുകളിൽ ഒരു പ്രകമ്പന പോലെ കേട്ടു. അത്രയും കേട്ടതും പിന്നെ ഒട്ടും ഞാൻ ആലോചിച്ചു നിന്നില്ല. ഒരു വേട്ടമൃഗം തൻ്റെ ഇരയ്ക്ക് പിന്നാലെ കുതിക്കുന്നത് എങ്ങനെയാണോ അങ്ങനെ തന്നെ ഞാൻ ആ പാറയുടെ മറവിൽ നിന്നും കുതിച്ച് പുറത്തേക്ക് ചാടി. ഓരോ സെക്കൻഡിനും ഓരോ വേട്ടക്കാരനും വിലപിടിപ്പുള്ളതാണെന്ന് എൻ്റെ മനസ്സിലെ എൻ്റെ വേട്ടക്കാരൻ എന്നോടും മന്ത്രിച്ചു. അവൾ ചാടിയിറങ്ങിയ ആ കുഴിയിലേക്ക് ഞാൻ നോക്കി. അവിടെയാകെ മണ്ണെല്ലാം ഇളകിക്കിടക്കുകയാണ്. മരിക്കാൻ പോകുന്നതിന് മുന്നേ മരണത്തോടുള്ള മനുഷ്യൻ്റെ പോരാട്ടം പോലെ മൃഗങ്ങൾക്കും ഒരു പോരാട്ടമുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുമുണ്ട്. ആ പോരാട്ടം അവിടെ നടന്നതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും അവിടെ നിന്നും എനിക്ക് കാണാൻ കഴിഞ്ഞു. റൈഫിളിൻ്റെ ബോൾട്ട് ഞാൻ ഒരിക്കൽ കൂടി വലിച്ചുറപ്പിച്ചു. അടുത്തൊരു വെടിയുണ്ട എൻ്റെ റൈഫിളിൽ നിന്നും കുതിക്കുവാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. എൻ്റെ ബൂട്ടുകൾ ആ പരിക്കൻ പാറയിൽ ചവിട്ടുമ്പോഴുണ്ടാകുന്ന ശബ്ദം വ്യക്തമായി കേൾക്കാം. താഴ്വരയിൽ നിന്നും ഒരു വല്ലാത്ത തണുപ്പ് മുകളിലേക്ക് അരിച്ചു കയറുന്നുണ്ടായിരുന്നു. അപ്പോഴും വായുവിൽ തങ്ങി നിൽക്കുന്നത് ആ വെടിമരുന്നിൻ്റെയും ചോരയുടെയും ഒരു രൂക്ഷമായ ഗന്ധമായിരുന്നു. ഞാൻ അവിടെ നിന്നും താഴ്വരയിലേക്ക് നോക്കി. പുൽക്കാടുകൾക്കിടയിൽ ഒരു വെളുത്ത നിറം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. എൻ്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയെന്ന് തന്നെ പറയാം. നരഭോജിയായ കടുവയുടെ വയറിൻ്റെ വെളുത്ത ഭാഗമാണോ അത്? അതോ അവൾ ശ്വാസമറ്റ് അവിടെ കിടക്കുകയാണോ? അങ്ങനെയുള്ള പല ചിന്തകളും എൻ്റെ മനസ്സിലേക്ക് കടന്നുപോയി. ഇനിയും അവൾ മരിച്ചിട്ടില്ലയോ? എൻ്റെ ഹൃദയമെടുപ്പ് അപ്പോൾ ഒരു ചെണ്ട കണക്കെ കുട്ടിക്കൊണ്ടിരുന്നു. ഒരു കൈകൊണ്ട് ഞാൻ റൈഫിൾ മുറുകെ പിടിച്ചു, മറു കൈകൊണ്ട് പാറയിലും പിടിച്ചു. എന്നിട്ട് പതിയെ താഴേക്ക് വഴുതിയിറങ്ങി. ഞാൻ താഴേക്ക് വഴുതിയിറങ്ങുമ്പോൾ ഓരോ ചെറിയ കല്ലും താഴേക്ക് വീഴുന്ന ശബ്ദം വ്യക്തമായി തന്നെ ആ കാടിൻ്റെ നിശബ്ദതയെ ഭേദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പതിയെ ആ വെളുത്ത രൂപത്തിൻ്റെ അടുത്തേക്ക് എത്തി. എൻ്റെ ശ്വാസം ഒരു നിമിഷത്തേക്ക് നിലച്ചുപോയി. പക്ഷേ ഞാൻ വിചാരിച്ചതുപോലെ അത് നരഭോജി ആയിരുന്നില്ല. അതൊരു പാവം സിറോ ആയിരുന്നു. ഹിമാലയൻ പർവ്വത മേഖലയിലെ ദക്ഷിണ കിഴക്കൻ മേഖലയിൽ കാണപ്പെടുന്ന ഒരുതരം ആടാണത്. അതിൻ്റെ ചിത്രം ഞാൻ കൊടുത്തേക്കാം. ആ നരഭോജി താഴേക്ക് ചാടിയപ്പോൾ അവളുടെ അടിയിൽപ്പെട്ടതോ അല്ലെങ്കിൽ അവൾ കുതിച്ചു ചാടി വരുന്നത് കണ്ട് താഴേക്കെടുത്ത് ചാടിയതോ ആയ ആ ഒരു പാവം ജീവിയായിരുന്നു അത്. ഞാൻ അതിനെ ഒന്ന് പരിശോധിച്ചു. കഴുത്തൊടിഞ്ഞ് ജീവനറ്റ് ആ മണ്ണിൽ അങ്ങനെ കിടക്കുകയായിരുന്നു. കാടിൻ്റെ അതിക്രൂരമായ മറ്റൊരു വിരോധാഭാസമാണ് എൻ്റെ മുന്നിൽ അപ്പോൾ തെളിഞ്ഞു വന്നത്. എൻ്റെ കണ്ണുകൾ തേടിയത് അവളെയാണ്. ആ നരഭോജി എവിടെയാണ്? ഞാൻ ചുറ്റും നോക്കി. അവിടുത്തെ മണ്ണിൽ കടും ചുവപ്പ് നിറമുള്ള ചോര എങ്ങും ചിതറിക്കിടക്കുന്നുണ്ടായിരുന്നു. ഓരോ തുള്ളി ചോരയും അവളിലെ വന്യത ഇനിയും ബാക്കിയുണ്ടെന്ന് വിളിച്ചോതിക്കൊണ്ടിരുന്നു. ആ ചോരപ്പാടുകളെ പിന്തുടർന്നുകൊണ്ട് ഞാൻ അവൾക്ക് പിന്നാലെ പോകുവാൻ തീരുമാനിച്ചു. കുറച്ചു ദൂരം നിന്നപ്പോഴേക്കും ആകാശം അതിൻ്റെ ഭാവം മാറ്റി തുടങ്ങി. ഒരു കനത്ത ഇടിമുഴക്കം ആ മലനിരകളെ വിറപ്പിച്ചു. പൈൻ മരങ്ങൾ കാറ്റിൽ ഭ്രാന്തമായി ആടിയുലഞ്ഞു. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അതിനുശേഷം ആ പൈൻമരങ്ങൾക്കിടയിലൂടെ ആ വന്യമായ മഴ താഴേക്ക് കനത്ത് പെയ്തിറങ്ങാൻ തുടങ്ങി. മഴത്തുള്ളികൾ എൻ്റെ മുഖത്തേക്ക് ആഞ്ഞടിക്കുമ്പോൾ എൻ്റെ കണ്ണുകൾ ആ ചോരത്തുള്ളികളിലേക്കായിരുന്നു. മണ്ണിലെ ആ ചോരത്തുള്ളികൾ പതുക്കെ മാഞ്ഞു പോകുന്നത് ഒരു വേദനയോടെ ഞാൻ നോക്കി നിന്നു. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് തോന്നിയത് കാട് അതിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മക്കളെ രക്ഷിക്കുവാൻ വേണ്ടി ആ മഴയെ കൂട്ടുപിടിച്ചോ എന്നാണ്. മഴയുടെ ശക്തി ഓരോ നിമിഷം കഴിയും തോറും കൂടിക്കൂടി വന്നു. എൻ്റെ കാഴ്ച മങ്ങി. മണ്ണിൽ ചോരയ്ക്ക് പകരം ചെളി പടർന്നു. ആ മുറിവേറ്റ നരഭോജി ഏതു നിമിഷവും ആ ഇരുളിൽ നിന്നും എൻ്റെ നേർക്ക് ചാടി വീഴാം എന്ന അവസ്ഥയായി. ഇപ്പോൾ ഞാൻ വേട്ടക്കാരനല്ല, കേവലം ഒരു ഇര മാത്രമായി മാറി. മഴയുടെ ഇരമ്പൽ കാടിൻ്റെ മറ്റു ശബ്ദങ്ങളെയെല്ലാം മുക്കിക്കളഞ്ഞു. മഴയെന്ന ഭീകരമായ ഗർജനത്തിന് മുന്നിൽ ഇനിയും ആ നരഭോജിയുടെ ഗർജനം പോലും എനിക്ക് കേൾക്കുവാൻ കഴിയില്ല. എൻ്റെ തോക്കിൻ കുഴിയിലൂടെയെല്ലാം വെള്ളം ഒലിച്ചിറങ്ങുമ്പോൾ ഈ രാത്രിയിൽ അവളെ കണ്ടെത്തുകയും പിടിക്കുകയും ചെയ്യുന്നത് അസാധ്യമാണെന്ന തോന്നൽ എൻ്റെ മനസ്സിൽ വല്ലാതെ മുളപൊട്ടുവാൻ തുടങ്ങി. സന്ധ്യയുടെ മയങ്ങിയ വെളിച്ചം മരണത്തിൻ്റെ നിഴലാകുമോ എന്ന് ഞാൻ ഭയന്നു. ഇരുട്ട് പതിയെ പതിയെ ആ വനത്തെ മൂടുവാൻ തുടങ്ങി. മുറിവിൻ്റെ വേദനയും ഉള്ളിൽ പകയുമായി അവൾ ആ കാടിൻ്റെ ആഴങ്ങളിലേക്ക് അപ്പോഴേക്കും മറഞ്ഞു കഴിഞ്ഞുവെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. തോൽവിയുടെ കയ്പ് അപ്പോഴേക്കും ഞാൻ രുചിച്ചു കഴിഞ്ഞിരുന്നു. തണുത്തു വിറച്ച മനസ്സുമായി ഞാൻ പതിയെ ക്യാമ്പിലേക്ക് തിരിച്ചു. നാളെ വെളിച്ചം വരുമ്പോഴേക്കും ആ പോരാട്ടം വീണ്ടും തുടങ്ങാമെന്ന പ്രതീക്ഷയോടെ. അടുത്ത ദിവസം പ്രഭാതത്തിൻ്റെ ആദ്യ കിരണങ്ങൾ പൈൻമരങ്ങൾക്കിടയിലൂടെ അരിച്ചിറങ്ങിയപ്പോൾ
തലാദേശിൻ്റെ ആ കുന്നുകളിൽ വീണ്ടും ഒരു പുതിയ യുദ്ധത്തിനായി തയ്യാറെടുക്കുകയായിരുന്നു. ഏപ്രിൽ 11-ാം തീയതി, അതായത് തലേ ദിവസം ഞാൻ വേട്ട അവസാനിപ്പിച്ച ആ പഴയ നീർച്ചാലിൻ്റെ അരികിലേക്ക് ഞാൻ വീണ്ടും നടന്നു. കഴിഞ്ഞ രാത്രിയിലെ കനത്ത മഴ കാടിൻ്റെ മുഖം ആകെ മാറ്റിയിരുന്നു. ഞാൻ തേടി നടന്ന ചോരപ്പാടുകളെല്ലാം തന്നെ ആ മഴവെള്ളം മണ്ണിൽ ലയിപ്പിച്ചു കഴിഞ്ഞിരുന്നു. ഞാൻ പതിയെ അതുവഴി മുന്നിലേക്ക് നടന്നു. എൻ്റെ നനഞ്ഞ ബൂട്ട് നനഞ്ഞ മണ്ണിൽ ചവിട്ടുമ്പോഴുണ്ടാകുന്ന പശ്ചിമയേറിയ ആ ശബ്ദം കാടിൻ്റെ നിശബ്ദതയിൽ മുഴങ്ങി കേട്ടു. വായുവിൽ അപ്പോഴും എനിക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞത് നനഞ്ഞ മണ്ണിൻ്റെയും പൈൻ സൂചികളുടെയും അഴുകിയ ഗന്ധമായിരുന്നു. എങ്കിലും അതൊന്നും വയ്ക്കാതെ ഞാൻ മുന്നിലേക്ക് തന്നെ നടന്നു. ആ നടത്തം ഓരോ കുറ്റിക്കാടിൻ്റെ അരിയിലെത്തുമ്പോഴും ഞാൻ പോലും അറിയാതെ എൻ്റെ വിരലുകൾ റൈഫിലിൻ്റെ കാഞ്ചിയിൽ പോയി ഇരിക്കുമായിരുന്നു. കാരണം എൻ്റെ മനസ്സിലും എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലെ വേട്ടക്കാരനും ഒരു കാര്യം വ്യക്തമായി തന്നെ അറിയാം. ഞാനിപ്പോൾ തേടി നടക്കുന്നത് മുറിവേറ്റ നരഭോജിയെയാണ്. അതായത് പരിക്ക് പറ്റിയ ഒരു വന്യമൃഗത്തെയാണ്. ഏറ്റവും വലിയ അപകടകാരിയ മൃഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വെടിയേറ്റ ഒരു മൃഗമാണെന്ന് നമുക്ക് കണ്ണടച്ചു പറയാം. അതുകൊണ്ട് തന്നെ ഏതു നിമിഷവും എവിടെ നിന്ന് വേണമെങ്കിലും ആ നരഭോജി എൻ്റെ നേരെ ചാടി വീഴുമെന്ന് വ്യക്തമായ ഒരു ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ പോലും അറിയാതെ എൻ്റെ ഡിഫൻസ് മെക്കാനിസം ഇങ്ങനെ പ്രവർത്തിക്കുന്നത്. കാടിൻ്റെ നിയമം, കാടിൻ്റെ മക്കളെ സംരക്ഷിക്കുവാൻ വേണ്ടിയുള്ള കാടിൻ്റെ ദുഷ്ടതയാർന്ന നിയമം, അത് എനിക്ക് പലപ്പോഴും വിനയായി വരാറുണ്ട്. നരഭോജിയുടെ രക്തപ്പാടുകളെല്ലാം ആ മഴ കഴുകിക്കളഞ്ഞിരിക്കുന്നു. കാടിൻ്റെ മക്കളെ സംരക്ഷിക്കുവാൻ വേണ്ടിയാണോ എന്ന് പോലും എനിക്ക് തോന്നിപ്പോയ നിമിഷങ്ങളായിരുന്നു അത്. എങ്കിലും എൻ്റെ ഉള്ളിലെ വേട്ടക്കാരൻ്റെ കണ്ണുകൾ മഴ തോർന്നു മാറിയിട്ടും അവിടെ അവശേഷിപ്പിച്ച ചാലുകൾക്കിടയിൽ മറ്റെന്തിനെയോ തേടുകയാണ്. അപ്പോഴാണ് ഒരു വലിയ മരത്തിൻ്റെ താഴെ ഇലകൾക്കിടയിൽ ഞാൻ ആ കാഴ്ച കണ്ടത്. ആ കാഴ്ച എന്താണെന്നറിയാമോ? കഴിഞ്ഞ രാത്രിയിൽ ആ നരഭോജി ഇവിടെ വിശ്രമിച്ചതിൻ്റെ തെളിവുകളാണത്. അവിടെ കടന്നിരുന്ന ഉണങ്ങിയ ഇലകൾക്ക് മുകളിൽ കറുത്ത നിറത്തിൽ ഒരു ദ്രാവകം ഉണങ്ങിപ്പറ്റി പിടിച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. അതെ, രക്തം കട്ട പിടിച്ചിരിക്കുന്നതിൻ്റെ പാടുകളായിരുന്നു അത്. മഴ പെയ്യുന്നതിന് മുമ്പ് അവൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവായിരുന്നു ആ രക്തം. എൻ്റെ കൈകൾ ആ തണുത്ത ഇലകളെ ഒന്ന് തൊട്ടു. അവിടം ഞാനൊന്ന് പരിശോധിച്ചു. അവളുടെ ശരീരത്തിൻ്റെ ചൂട് ഇപ്പോഴും ആ മണ്ണിലുണ്ടോ എന്ന് വെറുതെ പോയി നോക്കിയതായിരുന്നു ഞാൻ. അവളിപ്പോൾ ഇരയെ തേടിയുള്ള യാത്രയിലാണ്. ആ പാടുകൾ എന്നോട് മന്ത്രിച്ചു. അവൾ പോയിട്ട് മണിക്കൂറുകൾ തന്നെ ആയിരിക്കുന്നു എന്ന്. എൻ്റെ ഇടത് കണ്ണിലെ വീക്കം പൂർണ്ണമായും മാറിയിരുന്നുവെങ്കിലും കാടിൻ്റെ നിശബ്ദതയിൽ ഞാൻ കേൾക്കുന്ന ഓരോ ചെറിയ അനക്കവും എന്നെ അസ്വസ്ഥമാക്കുമായിരുന്നു. അന്ന് ഞാൻ ആ കാട് മുഴുവൻ അരിച്ചു പെറുക്കി. കാടിൻ്റെ ഓരോ മുക്കും മൂലയും ഞാൻ തിരഞ്ഞു. ഓരോ പാറക്കെട്ടിന് പിന്നിലും ഓരോ വലിയ മരത്തിന് മറവിലും മരണത്തിൻ്റെ ഗന്ധം ഞാൻ ഓരോ നിമിഷവും പ്രതീക്ഷിച്ചു. അങ്ങനെ ഏറെ നേരം ഞാൻ വനത്തിലൂടെ നടന്നു. പതുക്കെ സൂര്യൻ പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്ക് അസ്തമിച്ചു. അതെ, സന്ധ്യ വരവാൻ പോകുകയാണ്. ഞാൻ ക്യാമ്പിലേക്ക് അവിടെ നിന്നും തിരിച്ചു. ആ നിമിഷം എൻ്റെ മനസ്സ് എന്നോട് മന്ത്രിച്ചത് എന്താണെന്നറിയാമോ? നമ്മുടെ ഈ പോരാട്ടം അവസാന ഘട്ടത്തിലാണെന്നാണ്. അതെ, എൻ്റെ ഉള്ളിലെ വേട്ടക്കാരൻ ഇപ്പോൾ നല്ലപോലെ ഉണർന്നു പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ പതിയെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് ക്യാമ്പിലേക്ക് തിരിച്ചു. ക്യാമ്പിലേക്ക് എത്തിയപ്പോൾ എൻ്റെ ആളുകൾ എന്നെ പ്രതീക്ഷിച്ച് അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ അവരുടെ മുഖത്ത് ഞാൻ കണ്ടത് നിസ്സംഗത നിറഞ്ഞ ഭാവമായിരുന്നു. അതെന്നെ കൂടുതൽ ചിന്തിപ്പിച്ചു. 8 വർഷത്തെ ആ ഭീതിക്ക് ഒരു അന്ത്യം അവർ ആഗ്രഹിക്കുന്നുണ്ട്. അത് സാധ്യമാകാതെ ഈ കാട് വിട്ടുപോകുവാൻ അവരും ആഗ്രഹിക്കുന്നില്ല. രാത്രിയിൽ ആകാശത്ത് നക്ഷത്രങ്ങൾ തെളിയുമ്പോൾ ഞാൻ എൻ്റെ ക്യാമ്പിലിരുന്ന് എൻ്റെ റൈഫിൽ തുടച്ചു മിനുക്കുകയായിരുന്നു. നാളത്തെ സൂര്യോദയം ഒരു പക്ഷേ എൻ്റെ ജീവിതത്തിലെ അവസാനത്തേതാകാം. ആ നരഭോജി എന്നെ ഒരുപക്ഷെ ആക്രമിച്ചു കൊന്നേക്കാം. അല്ലെങ്കിൽ ആ നരഭോജിയുടെ കത്തുന്ന ആ പകയുണ്ടല്ലോ, ആ പക ഞാൻ നാളത്തെ ഒറ്റ ദിവസം കൊണ്ട് അവസാനിപ്പിക്കും. അങ്ങനത്തെ നാളത്തെ കാര്യങ്ങൾ ഞാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങ് ദൂരെയുള്ള മലനിരകളിൽ നിന്നും ബാർക്കിൻഡീറുകളുടെ അലാറം വിളികൾ അവിടെ മുഴങ്ങിക്കേട്ടത്. അതെ, കാടിൻ്റെ കനത്ത നിശബ്ദതയെ കീറി മുറിച്ചുകൊണ്ട് അവളുടെ അലാറം കോളുകൾ ആ താഴ്വരയിൽ അങ്ങനെ മുഴങ്ങി കേട്ടുകൊണ്ടേയിരുന്നു. അതിൻ്റെ അർത്ഥം ഒന്നു മാത്രമാണ്: ഏതോ മാംസഭോജിയായ ജീവി ഇര തേടാൻ ഇറങ്ങിയിരിക്കുന്നു. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഞാൻ തിരയുന്ന ആ നരഭോജി ഇപ്പോൾ തൻ്റെ ഇര തേടുന്നതിൻ്റെ തിരക്കിലാണ്. അവളിപ്പോൾ വനത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. അങ്ങനെ ഞാൻ ഓരോ കാര്യങ്ങൾ ചിന്തിച്ച് ക്യാമ്പിൽ കിടന്ന് അങ്ങനെ ഉറങ്ങി. സൂര്യൻ ഉദിച്ചുയർന്നപ്പോൾ തന്നെ ഡുംഗർ സിംഗ് ബഹളം വെച്ചുകൊണ്ട് ഓടി എൻ്റെ ക്യാമ്പിൻ്റെ മുന്നിലേക്കെത്തി. അവൻ്റെ വിളിയിലൂടെയാണ് ഞാൻ ഉറക്കമുണർന്നത്. ഞാൻ അവിടെ ചെന്ന് അവനോട് കാര്യം തിരക്കി. തലേ ദിവസം രാത്രിയിൽ ഗ്രാമത്തിന് സമീപം അവളെ കണ്ടു എന്ന വാർത്തയായിരുന്നു അവൻ എന്നോട് പറഞ്ഞത്. അവൾ പോയ വഴിയും കാണിച്ചു തരാമെന്നും അവൻ എന്നോട് പറഞ്ഞു.
എന്തെങ്കിലുമൊക്കെ ചെയ്യണം സാഹിബ് എന്ന് പറഞ്ഞാണ് അവൻ ആ ക്യാമ്പിൻ്റെ മുന്നിൽ നിന്നും അലറിയത്. എവിടെയാണെന്ന് ഡുംഗർ സിംഗിനോട് ചോദിച്ചു. അവൻ ദൂരെയുള്ള ഒരു മലനിരകളിലേക്ക് ചൂണ്ടിക്കാണിച്ചു. ഞാൻ വേഗം മുഖവും കഴുകി എൻ്റെ റൈഫിലും എടുത്തുകൊണ്ട് ഡുംഗർ സിംഗും ഞാനും അവൾ പോയി എന്ന് കരുതപ്പെടുന്ന ആ മലനിരകൾ ലക്ഷ്യമാക്കി നടന്നു. ഏറെ ദൂരം വനത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ഞങ്ങൾ ഒരു താഴ്വരയിൽ എത്തിച്ചേർന്നു. എത്തുക മാത്രമായിരുന്നില്ല, അവിടെ മുഴുവൻ ഞങ്ങൾ പരതുകയും ചെയ്തു. നരഭോജിയായ ആ കടുവയുടെ എന്തെങ്കിലും അടയാളങ്ങൾ ഇവിടെ ഉണ്ടോ എന്ന്, കാൽപ്പാടുകളോ മറ്റെന്തെങ്കിലും, അല്ലെങ്കിൽ അതെങ്ങോട്ടാണ് പോകാൻ സാധ്യതയെന്നും തിരഞ്ഞു. അങ്ങനെ തിരച്ചിലിനൊടുവിൽ ഞങ്ങൾ ആ കാഴ്ച കണ്ടു. നരഭോജിയായ ആ കടുവയുടെ കാലടയാളങ്ങളായിരുന്നു അത്. ഞാൻ പതിയെ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. ആ ബാലൻ്റെ കണ്ണുകളിൽ അപ്പോൾ കത്തുന്ന പക എനിക്ക് വ്യക്തമായി കാണാൻ കഴിയുമായിരുന്നു. ഞാൻ അവനോട് പറഞ്ഞു, മോനെ, നീ ഇപ്പോൾ തിരിച്ചു പോകണം. ഞാൻ പതുക്കെ അവനോട് പറഞ്ഞു. അവൻ്റെ ശ്വാസം അപ്പോഴും കിതയ്ക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ പക അപ്പോഴും അടങ്ങിയിരുന്നില്ല. ആ കടുവയെ കൊല്ലുക എന്നത് മാത്രമായിരുന്നു അവൻ്റെ ജീവിത ലക്ഷ്യം എന്ന കണക്കിനായിരുന്നു ആ ബാലൻ എൻ്റെ കൂടെ അവിടെ നിന്നിരുന്നത്. കാടിൻ്റെ തികഞ്ഞ നിശബ്ദതയിൽ അവനെടുക്കുന്ന ഓരോ ശ്വാസോച്ഛ്വാസത്തിൻ്റെ ശബ്ദം പോലും ഒരു വലിയ പ്രകമ്പനം പോലെയാണ് എനിക്ക് തോന്നിക്കൊണ്ടിരുന്നത്. ഞാൻ അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. എന്നിട്ട് അവനോട് ഞാൻ പറഞ്ഞു, ഇവിടുന്ന് ഗ്രാമം വരെ തിരിഞ്ഞു നോക്കാതെ ഓടുവാൻ. ഒരിക്കലും നീ തിരിഞ്ഞു നോക്കരുതെന്നും എവിടെയും നിൽക്കരുതെന്നും കർശനമായ നിർദ്ദേശം നൽകി. എൻ്റെ വാക്കുകളിൽ അപ്പോൾ മുഴങ്ങി കേട്ടുകൊണ്ടിരുന്നത് ഒരു വേട്ടക്കാരൻ്റെ ആജ്ഞാപനമായിരുന്നു. അവൻ എന്നെ ഒന്ന് നോക്കി, എൻ്റെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി. അവന് ഒന്നും തന്നെ എന്നോട് പറയുവാനുണ്ടായിരുന്നില്ല. അവന് പറയുവാനുണ്ടായിരുന്നതെല്ലാം അവൻ്റെ കണ്ണുകളിൽ വ്യക്തമായി എനിക്ക് കാണാൻ കഴിഞ്ഞു. അതിനുശേഷം ഒരു മിന്നൽ പോലെ അവൻ ഇടവഴികളിലൂടെ ഓടി. അവൻ ഓടുന്ന സമയത്ത് അവൻ്റെ കാൽപാദങ്ങൾ ഉണങ്ങിയ ഇലകളിൽ വന്ന് ചവിട്ടുമ്പോഴുണ്ടാകുന്ന ശബ്ദം അങ്ങ് അകന്നകന്നകന്ന് പോകുന്നത് വ്യക്തമായി എനിക്ക് കേൾക്കുവാൻ കഴിഞ്ഞു. അവൻ പോകുന്ന വഴിയിലേക്ക് തന്നെയാണ് ഇപ്പോൾ എൻ്റെ റൈഫിൽ ഞാൻ ചൂണ്ടി നിൽക്കുന്നത്. ഇനിയും ഏതെങ്കിലും ഒരു നിമിഷത്തിൽ, ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അവനെ ഏതെങ്കിലും ഒരു നരഭോജി പിന്തുടർന്നാൽ അതിനെ വെടിവെച്ചിടാൻ വേണ്ടിയായിരുന്നു ഞാൻ അങ്ങനെ ചെയ്തത്. ഞാൻ കാതുകൾ അവൻ പോയ വഴിയിലേക്ക് ഓർത്തു. അവൻ ഓടുമ്പോഴുണ്ടാകുന്ന ആ ഇലകൾ ഞെരുങ്ങുമ്പോഴുണ്ടാകുന്ന ശബ്ദമുണ്ടല്ലോ, അത് അകന്നകന്നകന്ന് ദൂരേക്ക് പോയി. പിന്നീട് പൂർണ്ണമായും അതില്ലാതെയായി. ഇപ്പോൾ കാടിൻ്റേതായ തികഞ്ഞ നിശബ്ദതയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ എനിക്ക് വല്ലാത്ത ഒരു ഭാരം അനുഭവപ്പെടുന്നുണ്ട്. കാരണം ഇപ്പോൾ ഞാൻ തനിച്ചാണ്. അതുമാത്രമല്ല, എൻ്റെ ഉള്ളിലിരുന്ന് ആരോ പറയുന്നു, എന്തോ വലിയൊരു അപകടം ഇപ്പോൾ വരാൻ പോകുകയാണെന്ന്. ഞാൻ പതിയെ ആ വനത്തിലൂടെ മുന്നിലേക്ക് നടന്നു. എൻ്റെ ചുറ്റും ഇപ്പോൾ ഉള്ളത് പാറക്കെട്ടുകളും വലിയ പൈൻ മരങ്ങളുമാണ്. ഇലകൾ കൊഴിഞ്ഞ് വലിയ തൂണുകൾ പോലെ നിൽക്കുന്ന പൈൻ മരങ്ങൾ. അതിന് നടുവിലൂടെ ഞാനിപ്പോൾ നടന്നു പോകുകയാണ്. അങ്ങനെ കുറച്ചു ദൂരം നടന്നു ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു പാറക്കെട്ട് ഞാൻ കണ്ടു. അതിൻ്റെ പിന്നിലേക്ക് ഒളിച്ചിരിക്കുക എന്നെൻ്റെ മനസ്സ് എന്നോട് പറഞ്ഞു. അതായത് എൻ്റെ സിക്സ്ത് സെൻസ് ഉണർന്ന് പ്രവർത്തിച്ചിരിക്കുന്നു. എന്തോ ഒരു അപകടം വരാൻ പോകുന്നതിൻ്റെ എല്ലാ സൂചനകളും എൻ്റെ ശരീരം എനിക്ക് നൽകി. പിന്നെ ഒട്ടും വൈകിയില്ല. ഞാൻ ആ പാറക്കെട്ടിൻ്റെ പുറകിൽ വീണ്ടും പോയി പതിയിരുന്നു. എൻ്റെ റൈഫിൽ ഞാൻ ബോൾട്ട് വലിച്ചു വിട്ട് റീലോഡ് ചെയ്തു. കാഞ്ചിയിൽ മേൽ വിരൽ വെച്ചു. ഇനിയും ഏത് നിമിഷവും ആ നരഭോജി കടുവ എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടാം എന്നൊരു തോന്നൽ വല്ലാതെ എന്നെ അലട്ടി. ഇനിയും നടക്കുവാൻ പോകുന്നത് അവസാന പോരാട്ടമാണ്. ആ നരഭോജിയും ഞാനും തമ്മിലുള്ള അവസാന പോരാട്ടം. 8 വർഷത്തെ മനുഷ്യവേട്ടയ്ക്ക് ഇന്ന് തിരശ്ശീല വീഴാൻ പോകുകയാണ്. എൻ്റെ മനസ്സ് എന്നോട് തന്നെ അത് മന്ത്രിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ കുറച്ച് സമയം മുന്നിലേക്ക് പോയി. പെട്ടെന്ന് തന്നെ എനിക്ക് മുന്നിലുള്ള ആ വഴിയിൽ നിന്നും ഒരു കടുവയുടെ കാൽപാദത്തിൻ്റെ ശബ്ദം വ്യക്തമായി ഞാൻ കേട്ടു. നല്ല ഭാരമേറിയ ഒത്ത വണ്ണമുള്ള ഏതോ ഒരു വന്യമൃഗം നടന്നു വരുന്നതിൻ്റെ ശബ്ദം. അതെ, അത് കടുവ തന്നെയാണ്. ഞാൻ തിരയുന്ന ആ നരഭോജിയായ അവൾ തന്നെയാണത്, രാക്ഷസി. ഞാൻ പതിയെ ആ പാറയ്ക്ക് പുറയിൽ നിന്നും തലയെത്തി അവിടേക്ക് നോക്കി. ഞാൻ ആ കാഴ്ച വളരെ വ്യക്തമായിട്ട് തന്നെ കണ്ടതാണ്. ഓറഞ്ച് നിറത്തിൽ കറുത്ത വരകളോടുകൂടിയ അവൾ അവിടെ നിന്നും പതിയെ സൂക്ഷ്മമായി നടന്നു വരികയാണ്. നടന്നു വരിക മാത്രമായിരുന്നില്ല, അവൾ അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ പൈൻമരത്തിൻ്റെ ചുവട്ടിൽ കടക്കുകകൂടി ചെയ്തു. ഇപ്പോൾ അവൾ ഇരിക്കുന്നത് എൻ്റെ റൈഫിലിൻ്റെ ദൂരപരിധിക്ക് അപ്പുറമാണ്. ഞാൻ പതിയെ എൻ്റെ റൈഫിൽ അവിടേക്ക് ചൂണ്ടി. നിമിഷങ്ങൾ കടന്നുപോയി. അല്പസമയം കൂടി കഴിഞ്ഞപ്പോൾ അവൾ പതുക്കെ അവിടെ നിന്നും എഴുന്നേറ്റു. 3 അടി കൂടി മുന്നിലേക്ക് വെച്ചു. ഇപ്പോൾ കൃത്യം അവൾ എൻ്റെ റൈഫിലിൻ്റെ പരിധിക്കുള്ളിലാണ്. ഇനിയും സമയം പാഴാക്കരുതെന്ന് എൻ്റെ മനസ്സ് എന്നോട് മന്ത്രിച്ചു. ഞാൻ വീണ്ടും ഒരു ഷോട്ട് കൂടി എടുത്തു. കൃത്യം അതും അവളുടെ ശരീരം തുളച്ചുകൊണ്ട് കടന്നുപോയി. ഇത്തവണയും ഭാഗ്യം അവൾക്കൊപ്പമായിരുന്നു. അവൾ എൻ്റെ മുന്നിലൂടെ ചാടി താഴേക്കുള്ള താഴ്വരയിലൂടെ ഓടി. ഞാനും ഒട്ടും സമയം പാഴാക്കിയില്ല. അവൾക്ക് പിന്നാലെ പോകുവാൻ തന്നെ തീരുമാനിച്ചു. ഞാൻ ആ ചോരപ്പാടുകളെ പിന്തുടർന്നുകൊണ്ട് മുന്നിലേക്ക് നടന്നു.
ആ പാറക്കെട്ടുകളിലെല്ലാം അവളുടെ ഹൃദയത്തിൽ നിന്നും തെറിച്ചു വീണ ചോരപ്പാടുകൾ വ്യക്തമായി തന്നെ അവിടെ ഇവിടെയായി കിടക്കുന്നത് ഞാൻ കണ്ടു. അവൾ പോയ വഴിയിലൂടെ ഞാൻ പതിയെ മുന്നിലേക്ക് നടന്നു. അവൾ പോയ വഴിയിലെല്ലാം പാറക്കെട്ടുകളിൽ രക്തത്തുള്ളികൾ നല്ലപോലെ അവൾ പോയ പടയാളം കാണിച്ചു തരുന്നുണ്ടായിരുന്നു. അതുമാത്രമല്ല, അവൾ നടന്നു പോയ പാതയിലുള്ള പുല്ലുകൾ അവളുടെ ഭാരം കാരണം ചവിട്ടി അരയ്ക്കപ്പെട്ടിരുന്നു. അതും വ്യക്തമായി കാണാൻ സാധിച്ചു. ഇത്രയും കാര്യങ്ങൾ കണ്ടപ്പോൾ തന്നെ ആ നരഭോജി ഇവിടെ എവിടെയോ ഉണ്ടെന്ന് എൻ്റെ മനസ്സ് ഒന്നുകൂടി പറഞ്ഞു. ഞാൻ പതിയെ എൻ്റെ റൈഫിലിൻ്റെ കാഞ്ചിയിൽ വിരൽ വെച്ചു. ആ ലോഹത്തിൻ്റെ തണുപ്പ് എൻ്റെ വിരലിലൂടെ എൻ്റെ ഹൃദയത്തിൽ തൊട്ടതുപോലെ എനിക്ക് തോന്നി. ഇപ്പോൾ വായുവിൽ എനിക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നത് രക്തത്തിൻ്റെ ആ പരുക്കൻ ഗന്ധമാണ്. ഇനിയും അവൾ എത്ര ദൂരം പോയിട്ടുണ്ടാകും? എൻ്റെ ഉള്ളിലെ വേട്ടക്കാരൻ എന്നോട് മന്ത്രിച്ചു, സൂക്ഷിക്കുക, ഇത് അവളുടെ അവസാനത്തെ കെണിയാകാം. അങ്ങനെ വീണ്ടും മുന്നിലേക്ക് നടന്നു ചെന്നെത്തിയത് ഒരു നീർച്ചാലിൻ്റെ അരികിലായിരുന്നു. ആ നീർച്ചാല് ഞാൻ മുറിച്ചു കടക്കുമ്പോൾ ആ നീർച്ചാലിൻ്റെ അരികിലെ നനഞ്ഞ മണ്ണിൽ ചവിട്ടുമ്പോൾ എൻ്റെ ബൂട്ടിൽ നിന്നും ഒരു ശബ്ദം വന്നു. നനഞ്ഞ മണ്ണിൽ ചവിട്ടുമ്പോഴുണ്ടാകുന്ന ഒരു പശ്ചിമയാർന്ന ശബ്ദം. അത് കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് പോലും ഭയം തോന്നി. ഏകദേശം 200 അടി ഗജം മുന്നോട്ട് ഞാൻ നടന്ന് കാണണം. അപ്പോൾ പതിയെ പതിയെ കാട് തെളിഞ്ഞു വരുന്നത് ഞാൻ കണ്ടു. കുറച്ചുകൂടി മുന്നിലേക്ക് ചെന്നപ്പോൾ എൻ്റെ മുന്നിൽ തെളിഞ്ഞു വന്നത് വിശാലമായ ഒരു സമതല പ്രദേശമാണ്. അവിടെ എൻ്റെ അരയോളം ഉയർന്നു വളർന്നു നിൽക്കുന്ന പുൽക്കാടുകളും അവിടെയായി തുരുത്തുപോലെ നിൽക്കുന്ന കുറ്റിക്കാടുകളും വ്യക്തമായി തന്നെ അവിടെ നിന്നും ഞാൻ കണ്ടു. ഞാൻ വീണ്ടും കുറച്ചുകൂടി മുന്നിലേക്ക് ചെന്നു. കാറ്റ് വീശുമ്പോൾ ആ പുല്ലുകൾ കാറ്റത്ത് ആടി ഉലയുകയാണ്. ആ കാഴ്ച എൻ്റെ ഉള്ളിൽ വല്ലാത്ത അമ്പരപ്പുണ്ടാക്കി. മുറിവേറ്റ ആ കടുവ പകയോടെ ആ പുൽക്കാടിനുള്ളിൽ മറഞ്ഞിരിക്കുകയാണെന്ന ചിന്ത എന്നെ വല്ലാതെ അലട്ടി. വീണ്ടും ഞാൻ മുന്നിലേക്ക് നടന്നപ്പോൾ എൻ്റെ കണ്ണുകൾ വന്നു വീണത് ആ പച്ചപ്പിനുള്ളിൽ ഞാൻ യാദർച്ഛികമായി കണ്ട ഒരനക്കത്തിലേക്കായിരുന്നു. എന്താണ് അവിടെ അനങ്ങുന്നതെന്നറിയുവാൻ വേണ്ടി എൻ്റെ ശ്രദ്ധ മുഴുവൻ അവിടെ കേന്ദ്രീകരിച്ചു. അപ്പോൾ ഒരു വിറയൽ എൻ്റെ ഉള്ളിലേക്ക് പടർന്നു. ഞാൻ കണ്ടത് ആ കടുവയുടെ അനക്കമാണോ എന്ന് ഞാൻ ചിന്തിച്ചു. എന്നാൽ അതെൻ്റെ ഒരു തോന്നൽ മാത്രമായിരുന്നു. ഞാൻ വീണ്ടും കാടുകൾക്കിടയിലൂടെ മുന്നിലേക്ക് നടന്നു. അതായത് ആ പുല്ലുകൾക്കിടയിലൂടെ മുന്നിലേക്ക് നടന്നു. ഓരോ കുറ്റിക്കാടിൻ്റെ ഭാഗം എത്തുമ്പോഴും എൻ്റെ മനസ്സ് എന്നോട് ചോദിക്കും, ഇതിൻ്റെ ഉള്ളിൽ ഇനിയും ആ കടുവ പതുങ്ങിയിരിക്കുകയാണോ എന്ന്. അപ്പോൾ ഞാൻ അവിടെ ഒരു നിമിഷം നിൽക്കും. ആ കുറ്റിക്കാട് ഒന്ന് പരിശോധിക്കും. വീണ്ടും മുന്നിലേക്ക് നടക്കും. ഇപ്പോൾ എൻ്റെ ശ്വാസോച്ഛ്വാസം പോലും എനിക്ക് ഭാരമായാണ് തോന്നുന്നത്. വീണ്ടും ആ പുല്ലുകൾ വകച്ചു വെച്ച് ഞാൻ മുന്നിലേക്ക് നീങ്ങി. എൻ്റെ മുന്നിൽ നിന്നും ഏകദേശം 3 ഗജം, ഈ 3 ഗജം എന്നാൽ 3 യാർഡാണ് കേട്ടോ, അകലെയുള്ള കടുപ്പമേറിയ പൊന്തക്കാട്ടിനുള്ളിൽ ഞാൻ വീണ്ടും ഒരു അനക്കം കണ്ടു. അത് എൻ്റെ ശ്രദ്ധ അവിടേക്ക് പിടിച്ചുപറ്റി. ഞാൻ എൻ്റെ റൈഫിലിൻ്റെ സേഫ്റ്റി ക്യാച്ച് റിമൂവ് ചെയ്തു. ആ ചെറിയ ലോഹ ശബ്ദം കാടിൻ്റെ നിശബ്ദതയെ കീറി മുറിച്ചതായി എനിക്ക് അനുഭവപ്പെട്ടു. അവൾ അവിടെയുണ്ട്. ഞാൻ ഒന്നുകൂടി അവിടേക്ക് സൂക്ഷിച്ചു നോക്കിയപ്പോൾ അവളുടെ മഞ്ഞയും കറുപ്പും നിറഞ്ഞ ആ ചർമ്മമുണ്ടല്ലോ, അത് പുല്ലുകൾക്കിടയിലൂടെ ഒന്നും മിന്നി മറയുന്നത് ഞാൻ കണ്ടു. അവൾ എന്നെ കണ്ടു കഴിഞ്ഞു. അവളുടെ ആ കത്തുന്ന കണ്ണുകളുണ്ടല്ലോ, അത് പകയോടെ എൻ്റെ നേർക്ക് തിരിഞ്ഞത് ഞാൻ കണ്ടു. അവളുടെ പരിക്കേറ്റ തോള് ഒന്ന് താഴ്ത്തി മണ്ണിൽ നഖം കൊണ്ട് അവൾ ആഴത്തിൽ മാന്തി. അവൾ തയ്യാറെടുക്കുകയാണ്. ഒറ്റ കുതിപ്പിനെ എൻ്റെ നേരെ ചാടി വീഴുവാൻ അവളിപ്പോൾ തയ്യാറെടുക്കുകയാണ്. ആ നിമിഷത്തിന് വേണ്ടി അവളിപ്പോൾ കാത്തിരിക്കുകയാണ്. ആ നിമിഷം വായുവിൽ ഒരു വല്ലാത്ത ഭാരം എനിക്ക് അനുഭവപ്പെട്ടു. പ്രകൃതി പോലും അതിനെ ശ്വാസം അടക്കി പിടിക്കുന്നത് പോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അവൾ ഒന്ന് ഗർജിച്ചു. ആ ശബ്ദം എൻ്റെ ആത്മാവിനെ പോലും പിടിച്ചു കുലുക്കുന്നതായിരുന്നു. അവളുടെ ആ ഉഗ്രമായ ഗർജനം അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പ് അവൾ വായുവിലേക്ക് ഉയരാനൊന്ന് ശ്രമിച്ചു. പക്ഷേ എൻ്റെ റൈഫിൽ അതിനു മുന്നേ ഗർജിച്ചു കഴിഞ്ഞിരുന്നു. ആദ്യത്തെ ഉണ്ട അവളുടെ നെഞ്ചു തുളച്ചു കയറി. രണ്ടാമത്തേത് കൃത്യമായി അവളുടെ കഴുത്തിൽ തുളച്ചു. അവളുടെ ചാട്ടം പിഴച്ചു. ഒരു ഭാരമേറിയ ഭാണ്ഡം പോലെ അവൾ മണ്ണിലേക്ക് വന്നു വീണു. അവളുടെ ആ വലിയ ശരീരം മണ്ണിൽ ഒരു പൊടിപടലം തന്നെ തീർത്തു. പിന്നെ ആ കടുവ പൂർണ്ണമായും നിശ്ചലമായി. തലാദേശിലെ ഭീകര സ്വപ്നമായ 150 മനുഷ്യരുടെ ചോര കുടിച്ച ആ നരഭോജി എൻ്റെ കാൽച്ചുവട്ടിൽ ശ്വാസമില്ലാതെ കിടക്കുന്നു. എൻ്റെ കൈ പതുക്കെ വിറയ്ക്കാൻ തുടങ്ങി. ദിവസങ്ങളായുള്ള എൻ്റെ മാനസിക സമ്മർദ്ദത്തിന് ഇപ്പോൾ ഒരു അറുതി വന്നിരിക്കുന്നു. മലമുകളിൽ നിന്നും ഗ്രാമവാസികളുടെ ആഹ്ലാദങ്ങൾ ഉയർന്നു കേൾക്കാം. അവർ അവിടേക്ക് ഓടി വരികയാണ്. മിനിറ്റുകൾ കൊണ്ട് തന്നെ അവർ സംഭവം നടന്ന സ്ഥലത്തേക്ക് എത്തി. അതായത് എനിക്കും നരഭോജിക്ക് ചുറ്റും ആളുകൾ ചുറ്റും കൂടി. അവർ ആഹ്ലാദ നൃത്തം ആടുകയായിരുന്നു. അപ്പോഴാണ് അവിടേക്ക് ഡുംഗർ സിംഗ് ഓടി വന്നത്. അവൻ ഓടി വരിക മാത്രമായിരുന്നില്ല, എൻ്റെ കൈകളിൽ മുറുക്കെ പിടിച്ചു. അവൻ്റെ കണ്ണുകളിൽ അമ്മയ്ക്ക് വേണ്ടി നീതി ലഭിച്ചതിൻ്റെ ആശ്വാസമായിരുന്നു.
പിന്നീട് അവിടെ കൂടിയിരുന്ന ആളുകളെല്ലാം കൂടി ആ വലിയ കടുവയെ മരത്തടിയിൽ കെട്ടിച്ചുമന്നുകൊണ്ട് തലാക്കോട്ടയിലേക്ക് കൊണ്ടുപോയി. അവളെ അവിടേക്ക് കൊണ്ടുപോകുന്നതിന് മുന്നേ തന്നെ അവളുടെ ശരീരത്തിൽ നിന്നും ഞാൻ 6 ഇഞ്ച് നീളമുള്ള ഒരു മുള്ളൻ പന്നിയുടെ മുള്ള് ഊരിയെടുത്തിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ ആ കടുവ അപ്പോൾ അനുഭവിച്ച നരകയാതന എന്താണെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. പിന്നെ അവിടെ നിന്നും ഞാൻ തിരികെ പോയത് ക്യാമ്പിലേക്കാണ്. പിറ്റേ ദിവസം തന്നെ എൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഞാൻ നൈനിറ്റാളിലും ലാഹോറിലേക്കും പോയി. മാസങ്ങൾ നീണ്ടുനിന്ന ചികിത്സയ്ക്ക് ശേഷമാണ് എൻ്റെ കാതുകൾക്ക് കേൾവിശേഷി തിരിച്ചു കിട്ടിയത്. വീണ്ടും കാടിൻ്റെ സംഗീതം എനിക്ക് കേൾക്കുവാൻ കഴിഞ്ഞത്. നമ്മുടെ ഇന്നത്തെ ഈ കഥ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. ഞാൻ പറഞ്ഞ ഇന്നത്തെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കുക. അതുപോലെ നിങ്ങളുടെ ഇഷ്ടം കമൻറ്റിലൂടെയും ലൈക്കിലൂടെയും അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.